ലൈഫ് ലോങ് ആയിട്ട് ഒരു പെർഫ്യൂം അല്ലെങ്കിൽ കുറച്ച് പെർഫ്യൂംസ് മാറ്റി വെക്കാൻ പറയുമ്പോൾ അക്കൂട്ടത്തിൽ തീർച്ചയായിട്ടും എന്റെ ലൈഫ് ലോങ്ങിൽ ഉണ്ടായിരിക്കുന്ന ഒരു പെർഫ്യൂമാണ് ടോം ഫോർഡ് നൊവാർ എക്സ്ട്രീം. ഈ ഒരു പെർഫ്യൂം ലൈഫ് ലോങ് ഞാൻ കൊണ്ട് നടക്കുന്ന ഒരു പെർഫ്യൂം ആയിരിക്കും. അത്രയേറെ അഡിക്ഷനാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂമിനോട്. സത്യമായിട്ടും പറയാണ്, പെർഫ്യൂമിലേക്ക് ഇറങ്ങിയ സമയത്ത് ടോം ഫോർഡ് എന്ന ബ്രാൻഡ്, ടോം ഫോർഡ് അല്ല, ഒരുപാട് പെർഫ്യൂംസ് ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഡീക്കന്റ് വാങ്ങി ട്രൈ ചെയ്യുമായിരുന്നു. നിങ്ങൾ എല്ലാവരും പോലെ തന്നെ ഡീക്കന്റ് ട്രൈ ചെയ്യുന്നതോടുകൂടി ആ പെർഫ്യൂം വാങ്ങാനുള്ള ഒരു ക്യൂരിയോസിറ്റി അങ്ങ് നഷ്ടപ്പെടും. സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനോടുള്ള ഒരു താല്പര്യം പോകും. പിന്നെ ഫുൾ ബോട്ടിൽ വാങ്ങണമെന്നുള്ള തോന്നലേ വരാറില്ല. നിങ്ങളെ പോലെ തന്നെയാണ് ഞാൻ. ആ സമയത്ത് ഒരു പെർഫ്യൂമിനോട് മാത്രമാണ് ഞാൻ ഫുൾ ബോട്ടിൽ എന്നെങ്കിലും ഒരു ദിവസം ഞാൻ സ്വന്തമാക്കും എന്ന് ഞാൻ ആഗ്രഹിച്ചത്. അതിന് ലോങ്ജെവിറ്റി ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു മണം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മണമായിരുന്നു. കാരണം അതിൽ ചേർത്തിരിക്കുന്ന ഒരു നോട്ട്, ഒരു പർട്ടിക്കുലർ നോട്ട്, കുൽഫിയുടെ നോട്ട് ആ ഒരു പെർഫ്യൂമിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ടോം ഫോർഡ് നൊവാർ എക്സ്ട്രീം. ജീവിതത്തിൽ ഒരു പെർഫ്യൂമിനോടാണ് എനിക്ക് ഏറ്റവും അധികം വാങ്ങണമെന്ന് കൊതി തോന്നിയിട്ടുള്ള ഒരു പെർഫ്യൂം. അത്രയേറെ ആഗ്രഹിച്ച ഒരു പെർഫ്യൂമാണ് നൊവാർ എക്സ്ട്രീം. ഭയങ്കരമായിട്ട് താല്പര്യം തോന്നുന്നു. അതിന്റെ ഡീക്കന്റ് ഞാൻ തന്നെ ലാസ്റ്റ് വല്ലപ്പോഴൊക്കെ അടിച്ചാൽ മതി, വെറുതെ കളയണ്ടെന്ന് കരുതി എന്നിട്ട് ഞാൻ തന്നെ ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അടിച്ച് തീർത്ത് കളഞ്ഞു. അത്രയ്ക്ക് അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു മണമാണ് നൊവാർ എക്സ്ട്രീം. പക്ഷെ പെർഫോമൻസ് വളരെ വീക്കായിരുന്നു. ഞാൻ അങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ട് ഇവർക്ക് ഇതിനൊരു എലിക്സർ വെർഷനോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പെർഫ്യൂം വെർഷൻ ഇറക്കിക്കൂടാ. അതിനുശേഷം ഒരു ടോം ഫോർഡ് നൊവാർ എക്സ്ട്രീം പെർഫ്യൂം ഇറക്കി. ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കയ്യിൽ കിട്ടിയത്. ഡീക്കന്റും ട്രൈ ചെയ്തിട്ടില്ല. ഒറിജിനൽ നൊവാർ എക്സ്ട്രീം എന്റെ മനസ്സിൽ, എന്റെ ഹൃദയഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ മണം എനിക്ക് കാണാപ്പാടമാണ്. ഇപ്പോൾ നൊവാർ എക്സ്ട്രീം പെർഫ്യൂം നമ്മുടെ കയ്യിലുണ്ട്. ഇതിന് നല്ല പെർഫോമൻസ് ഉണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ബ്ലൈൻഡ് ആയിട്ടാണ് ഞാൻ വാങ്ങിയത്. ട്രൈ ചെയ്തിട്ട് ഞാൻ ബാക്കി പറയാം. ഇത് ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോ ആണ്. ബോക്സും ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇതാണ് ബോട്ടിൽ ഡിസൈൻ. മുഴുവൻ ഒരു സ്വർണ്ണ നിറത്തിലാണ്, സ്വർണ്ണം പൂശിയ നിറത്തിലാണ് ബോട്ടിൽ ഡിസൈൻ വരുന്നത്. ഇതൊക്കെ വ്യക്തമായിട്ട് പിന്നീട് ഞാൻ പറയാം. ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയട്ടെ. യെസ്, അതേ ടോം ഫോർഡ് നൊവാർ എക്സ്ട്രീം തന്നെ, പക്ഷെ കുറച്ചും കൂടി സ്പൈസസ് ചേർത്ത്. മറ്റേ കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ ഒരു കുൽഫിയുടെ നോട്ട് വരുന്നത്. തുടക്കത്തിലെ കുൽഫിയാണ്, ടോപ്പ് നോട്ട് മുഴുവൻ കുൽഫിയാണ് ചേർത്തിരിക്കുന്നത്. കുൽഫി ഐസ്ക്രീം കൊണ്ട് നിറച്ചു വെച്ചിരിക്കുക. കുൽഫിയിൽ പിസ്തായുടെ ഫ്ലേവറുള്ള കുൽഫിയില്ലേ, ഒരു പിസ്തായുടെ കളറുള്ള കുൽഫി, അതിന്റെ സ്മെല്ല്. ബാക്കി ഇന്ന് എനിക്ക് ട്രൈ ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യം അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ടോം ഫോർഡ് നൊവാർ എക്സ്ട്രീം പെർഫ്യൂം ഞാൻ ആദ്യത്തെ ഭാഗത്ത് ട്രൈ ചെയ്തിട്ട് വിശദമായിട്ട് പറയാമെന്ന് പറഞ്ഞു. ഈ ദിവസങ്ങളിൽ ഞാൻ ട്രൈ ചെയ്തു. ഒരു 4-5 ദിവസം സമയം കിട്ടി, ട്രൈ ചെയ്തു. അതിനെക്കുറിച്ചാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഞാൻ ലൈഫ് ലോങ്ങിൽ ഒരുപാട് പെർഫ്യൂംസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്മെൽ ചെയ്തിട്ടുണ്ട്, കളക്ഷനിലും ഉണ്ട്. പക്ഷെ ലൈഫ് ലോങ് ആയിട്ട് ഒരു പെർഫ്യൂം അല്ലെങ്കിൽ കുറച്ച് പെർഫ്യൂംസ് മാറ്റി വെക്കാൻ പറയുമ്പോൾ അക്കൂട്ടത്തിൽ തീർച്ചയായിട്ടും എന്റെ ലൈഫ് ലോങ്ങിൽ ഉണ്ടായിരിക്കുന്ന ഒരു പെർഫ്യൂമാണ് ടോം ഫോർഡ് നൊവാർ എക്സ്ട്രീം. ഈ ഒരു പെർഫ്യൂം ലൈഫ് ലോങ്ങിൽ ഞാൻ കൊണ്ട് നടക്കുന്ന ഒരു പെർഫ്യൂം ആയിരിക്കും. അത്രയേറെ അഡിക്ഷനാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂമിനോട്. അപ്പൊ നിങ്ങൾക്കറിയാം, ഞാനൊരു ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എങ്കിൽ കൂടിയും എനിക്ക് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ആ പർട്ടിക്കുലർ നോട്ട്, അതിന്റെ ഒരു കോംപ്ലക്സിറ്റി, അതിന്റെ ഒരു മിസ്റ്റീരിയസ് ഫാക്ടർ കാരണമാണ് ഞാൻ വീണ്ടും ഈ പെർഫ്യൂം വാങ്ങുന്നത്. അപ്പോൾ നൊവാർ എക്സ്ട്രീം പെർഫ്യൂമിനെ കുറിച്ച് ഇപ്പോൾ പറയാം. നൊവാർ എക്സ്ട്രീം പെർഫ്യൂം, ഇതിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ടോപ്പ് നോട്ടില് ലെതർ, വാനില, സ്വീറ്റ്, വാം, സ്പൈസി, വുഡി, ആംബർ, അരോമാറ്റിക്, പൗഡറി, സിട്രസ്, അനിമലിക്. അതാണ് ഇതിന്റെ പ്രൊഫൈൽ. മേക്ക് ചെയ്തത് സോണിയ കോൺസ്റ്റന്റ്. വളരെ മികച്ചൊരു പെർഫ്യൂമറാണ് സോണിയ കോൺസ്റ്റന്റ്. അവർ ഒരുപാട് പെർഫ്യൂംസ് ഒക്കെ നമ്മുടെ തന്നെ പല പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂം ഈ പുള്ളിക്കാരി ചെയ്തത്. ഈ പ്രൊഫൈൽ വരുമ്പോൾ ടോപ്പ് നോട്ട്സിൽ വരുന്നത് കാർഡമം, ജിഞ്ചർ, മാൻഡറിൻ ഓറഞ്ച്, നീറോലി, സിട്രസസ്. ബേസ് നോട്ടിൽ കുൽഫി, ബൾഗേറിയൻ റോസ്, ഓറഞ്ച് ബ്ലോസം, ജാസ്മിൻ. ബേസ് നോട്ടിൽ വാനില, ലെതർ, സ്വേഡ്, ആംബർ, ടോങ്കാബീൻ, ഗുവാബുട്ട്, സിഡാർ. കുറെ നോട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കോംപ്ലക്സ് ആയിട്ടുള്ള ഡി എൻ എ ആണ്. പക്ഷെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി തരാം. ആദ്യം ബോക്സ് ഡിസൈനെ കുറിച്ച്. ബോക്സ് ടോം ഫോർഡിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോക്സ് ഡിസൈൻ ആണ്. കറുപ്പും സ്വർണ്ണ നിറത്തിലുള്ള വരാം. ടോം ഫോർഡ് നൊവാർ എക്സ്ട്രീം പെർഫ്യൂം 100 ml ആണ്. ഇവിടെ എഫ് എന്നും ഇവിടെ ടി എന്നും കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ പെർഫ്യൂമിന്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും. മുകളിൽ ടോം ഫോർഡിന്റെ ടി എഫ്. ഒരു ഫിംഗർ പ്രിന്റ് മാഗ്നറ്റാണ് ഈ ബോട്ടിലൂടെ. മുഴുവനും ഒരു സ്വർണം. ഇവിടെയും എഫ് കാണാം, ടി കാണാം. ഇവിടെ ടി എഫ് നിർത്തുന്നുണ്ട്. ഇവിടെ ഡബ്ല്യൂ കൂടെ ഉണ്ടെങ്കിൽ നന്നായിരുന്നേനെ. ബാച്ച് കോഡ് AA4. ഇത്രയാണ് ബോട്ടിൽ ഡിസൈനെ കുറിച്ച് പറയാനുള്ളത്. പുറമെ മെറ്റലും അകത്ത് പ്ലാസ്റ്റിക്കുമാണ്. ട്രൈ ചെയ്ത് നോക്കാം.
അഡിക്റ്റീവ്, ആ ഒരു വാക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഇതൊരു സെക്സി ആയിട്ടുള്ള പെർഫ്യൂം, ഭയങ്കര സെക്സി, അൾട്രാ സെക്സി ആയിട്ടുള്ള ഒരു പെർഫ്യൂം നൊവാർ എക്സ്ട്രീം. അത് പൈസ കൊടുത്ത് ഡെഫിനറ്റ് ആയിട്ട് വാങ്ങേണ്ട ഒരു പെർഫ്യൂമാണ്. ഞാൻ പറഞ്ഞു വെച്ചാൽ പൈസ കൊടുക്കാൻ പറഞ്ഞു വെച്ചാൽ അത്രയ്ക്ക് വർത്തായിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഇത്തിരി കോസ്റ്റ്ലി ആണ്. ടോം ഫോർഡ് ഒരു ഡിസൈനർ ബ്രാൻഡ് ആണെങ്കിൽ കൂടിയും പ്രൈസ് റേഞ്ച് വരുമ്പോൾ ഇതിന് ഏകദേശം 16,000 17,000 അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത്. അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള പെർഫ്യൂം തന്നെയാണ്. പക്ഷേ ഡെഫിനറ്റ് ആയിട്ട് ഡീക്കിന്റെ ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പിക്ക് ചെയ്യാൻ പോകുന്ന നോട്ട് ഞാൻ പറയാം. കാർഡമം, ഏലക്ക. അത്യാവശ്യം നാച്ചുറൽ ആയിട്ടാണ് ഇതിനകത്ത് ഏലക്ക ചെയ്തിരിക്കുന്നത്. ഏലക്കയുടെ മണം എന്നതിനേക്കാൾ ഉപരി ഏലക്ക ഇട്ട് വെച്ചിരിക്കുന്ന ഒരു പാത്രം, അല്ലെങ്കിൽ ഏലക്ക ഇട്ട് വെച്ചിരിക്കുന്ന ഒരു പാത്രം തുറക്കുമ്പോൾ ഉള്ള ഒരു സ്പൈസി സ്മെല്ലാണ് ഓപ്പണിംഗിൽ. ഏലക്കയുടെ മണം നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കുറച്ച് നാച്ചുറൽ ആയിട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഏലക്കയുടെ മണം ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ് ആയിട്ട് ഞാൻ ഈ പെർഫ്യൂം നൊവാർ എക്സ്ട്രീം റെക്കമെൻഡ് ചെയ്യുന്നു. ഏലക്കയുടെ മണം ടോപ്പ് നോട്ടിൽ നന്നായിട്ട് കിട്ടും. ഒപ്പം ഏലക്ക തന്നെ, ഏലക്കയും പിന്നെ കുറച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സ്പൈസസ് വരുന്നുണ്ട്. സ്പൈസസ് എന്ന് പറയുമ്പോൾ സാഫ്രോൺ, പെപ്പറി സ്പൈസസ്, എരിവുള്ള സ്പൈസസ് അല്ല, അല്ലാതുള്ള ഒരു സ്പൈസി സ്മെല്ല്, സ്പൈസി സിനമൺ എന്ന് ഓവർ പവറിംഗ് അല്ല, ഒരുപാട് കുത്തലില്ല. പക്ഷെ ഏലക്കയുടെ മണം കുറെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോട്ടുകൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എങ്കിലും നമുക്ക് നല്ലൊരു സ്പൈസ്നെസ് കിട്ടുന്നുണ്ട്. ജിഞ്ചർ, ഇഞ്ചിയുടെ ഒക്കെ ഒരു മണവും. എനിക്ക് ഏലക്കയും കുങ്കുമപ്പൂവാണ് എനിക്ക് മനസ്സിൽ വരുന്നത്. നിങ്ങൾ ഈ രണ്ട് മണം മനസ്സിൽ ഓർത്ത് നോക്കൂ. ഏലക്കയും കുങ്കുമപ്പൂവും ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അത് തുറക്കുമ്പോൾ ഒരു മണം വരില്ല, ഒരു സ്പൈസി സ്മെല്ല്. അതാണ് നമുക്ക് ടോപ്പ് നോട്ടിൽ കിട്ടുന്നത്. പിന്നെ ഇതിലെ മെയിൻ താരം എന്ന് പറയുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് നൊവാർ എക്സ്ട്രീം ഇഷ്ടപ്പെടാൻ കാരണം, ഒരു നോട്ട്, നമ്മുടെ പർട്ടിക്കുലർ നോട്ട്, ഇന്ത്യയിലുള്ള ഒരു പലഹാരം അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം പോലെ കുൽഫിയുടെ നോട്ട് ഇതിനകത്ത് ഒരു ചേർത്തിട്ടുണ്ട്. അത് വളരെ നാച്ചുറൽ ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ആ കുൽഫിയുടെ മണം കാരണമാണ് ഞാൻ ഈ പെർഫ്യൂം വീണ്ടും വീണ്ടും വാങ്ങാൻ കാരണമായത്. കാരണം ഇതിനകത്ത് ചേർത്തിരിക്കുന്ന കുൽഫിയുടെ നോട്ട് ഭയങ്കര സ്പൈസി, ഗുർമോണ്ടി, പിസ്താഷിയോ, പിസ്തയും ഏലക്കയും ഇട്ടുവെച്ച ഒരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഒരു കുൽഫി മനസ്സിൽ സങ്കല്പിച്ച് നോക്കും. അതിനകത്ത് ഏലക്ക ഇട്ടിട്ടുണ്ട്, കുറച്ചധികം പിസ്ത ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ ഒരു കമ്പനിയുടെ കുത്തി വെച്ചിരിക്കുന്നു, ഒലിച്ചിറങ്ങുന്നുണ്ട്. പുറത്ത് നമ്മൾ കുറച്ച് കുങ്കുമപ്പൂവും വിതറിയിട്ടുണ്ട്. ആ കമ്പോട് കൂടി തന്നെ ഒന്ന് സ്മെല് ചെയ്യുമ്പോൾ ഒരു മണം വരില്ലേ, ഏലക്കയുടെ മണവും ആ പിസ്തയുടെ സ്മെല്ലും അതിനകത്ത് ചേർത്തിരിക്കുന്ന ആ ഡയറി പ്രൊഡക്റ്റ്, ആ ഒരു മിൽക്കി സ്മെല്ലും, ഒരു ക്രീമി വാനില ഐസ്ക്രീമിന്റെ ഒക്കെ സ്മെല്ലുണ്ട് ഇതിനകത്ത്. ശരിക്കും ഐസ്ക്രീമിന്റെ ആ ഒരു സ്മെല്ലും ഏലക്കയും കുങ്കുമപ്പൂവും പിന്നെ പിസ്തയും ആ പാലും ഐസ്ക്രീം ഒക്കെ ചേരുമ്പോൾ വരുന്ന ഒരു ഗുർമോണ്ട് സ്മെൽ ഉണ്ടല്ലോ, കഴിക്കാൻ പ്രേരിപ്പിക്കും. അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോന്നും, വയറ് വിശക്കും. ഭയങ്കര സ്വീറ്റ് ആണത്, സ്വീറ്റ്, വയറ് വിശക്കുന്ന ഒരു മണം, ഭയങ്കര സെക്സി ആയിട്ടുള്ള സാധനം. എന്റെ പേര് മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. നേരെ ചില ക്ലോൺ പോലും ഉണ്ട് ഇതിന്. അപ്പൊ ഇതിന് ക്ലോൺ ചോദിച്ചു വന്നാൽ എനിക്ക് ക്ലോൺ റെക്കമെൻഡ് ചെയ്യാനില്ല, പർട്ടിക്കുലർ ഒറിജിനൽ വാങ്ങുക എന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ടൊബാക്കോ വാനിയും നൊവാർ എക്സ്ട്രീമും നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ്. ഇതിന്റെ ഡ്രൈഡോണി വരുമ്പോൾ നമുക്ക് നല്ല വാനില ഐസ്ക്രീമിനകത്ത് ഏലക്ക ഇട്ട് വെച്ച വാനില ഐസ്ക്രീം, അതിനകത്ത് കുൽഫി നോട്ടൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഡ്രൈഡ് ഓണിൽ വരുന്നുണ്ട്. ടോം ഫോർഡ് നൊവാർ എക്സ്ട്രീമിന്റെ ഓപ്പണിംഗ് ആണ് ഇതിന്റെ ഡ്രൈഡ് ഓണിൽ വരുന്നത്. നിങ്ങൾക്ക് ഈ ടിറാമിസു, റഷ്യൻ ഹണി കേക്ക് അല്ലെങ്കിൽ കുൽഫി ഇതുപോലുള്ള ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, അത്തരം മണങ്ങൾ നിങ്ങൾക്ക് വലിയ താല്പര്യമാണെങ്കിൽ, ഗുർമോണ്ട് ആയിട്ടുള്ള മധുരം തോന്നിപ്പിക്കുന്ന, രുചി തോന്നിപ്പിക്കുന്ന മണങ്ങളോട് താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ഭയങ്കര സെക്സിയാണ് ഈ പെർഫ്യൂം. ഞാൻ സെക്സി എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം ആയതുകൊണ്ടാണ്. അത് ഞാൻ പറഞ്ഞ പോലെ നേരെ ചെയ്യുന്ന നല്ല ക്ലോണൊന്നുമില്ല. പറ്റുമെങ്കിൽ ഡീക്കൻഡ് വാങ്ങുക, എന്നിട്ട് ഒറിജിനൽ വാങ്ങുക. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, അയാളുടെ ഏകദേശം 50ഓളം പെർഫ്യൂംസ് ഉണ്ട്, 50ലധികം പെർഫ്യൂംസ് ഉണ്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് ഈ 50ലധികം പെർഫ്യൂമിൽ ഈ ഒരു ടോം ഫോർഡ് നൊവാർ എക്സ്ട്രീം അടിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ ഒരു നൊവാർ എക്സ്ട്രീമിനോടാണ് അവർക്ക് ഏറ്റവും താല്പര്യം. 50 പെർഫ്യൂം അടിച്ചാലും വലിയ രീതിയിൽ കോംപ്ലിമെന്റ് ചെയ്യത്തില്ല. പക്ഷേ ഈ ഒരു പെർഫ്യൂം പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കേളി ഫ്രാഗ്രൻസ് ഒക്കെ 10ൽ 10 മാർക്കും കൊടുത്ത പെർഫ്യൂമിന് ഞാനും അത് തന്നെയാണ് 10ൽ 10 മാർക്കും കൊടുക്കുന്ന ഒരു സ്വീറ്റ് സെഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം, ഭയങ്കര സെക്സി ആയിട്ടുള്ള ഒരു DNA. ഞാൻ അതിൽ 10ൽ 10 മാർക്ക് കൊടുക്കും. മണം ഒരു രക്ഷയില്ലാത്ത മണം, കൂടെ എടുത്ത് സ്മെല് ചെയ്യാൻ തോന്നും. ചെന്നിൽ പറയും പൈസ കൊടുത്ത സന്തോഷം കിട്ടില്ല. ഈ പെർഫ്യൂം വാങ്ങുന്ന സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ. എന്നെ സംബന്ധിച്ച് ഞാൻ പെർഫ്യൂം വാങ്ങുന്നത് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ പൈസ കൊടുത്ത സന്തോഷം കിട്ടും. പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റും നല്ലൊരു സന്തോഷം തന്നെയാണ്. നൊവാർ എക്സ്ട്രീം ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ഇനി രാത്രിയാണ് ഉപയോഗിക്കേണ്ടത്, വൈകുന്നേരം ഉപയോഗിക്കാൻ പാടില്ല, രാത്രി മാത്രം ഉപയോഗിക്കുക. രാത്രിയാണ് ഇതിന്റെ ചില നോട്ടുകൾ പോപ്പപ്പ് ചെയ്ത് വരുന്നത്. ഞാൻ മെയിനായിട്ട് ആ കുൽഫി നോട്ടൊക്കെ കിട്ടണമെങ്കിൽ രാത്രി ഉപയോഗിക്കുക. ഡ്രൈഡോണിൽ നല്ലൊരു ഈ പാൽക്കോവയില്ലേ, പാൽക്കോവ കുങ്കുമപ്പൂവും ഏലക്കയും ഇട്ട് വെച്ച ഒരു പാൽക്കോവയുടെ സ്മെല്ലാണ് ഡ്രൈഡോൺ. പാൽക്കോവ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ പലരും? ഒരു വെള്ള നിറത്തിലുള്ള നല്ല മധുരമുള്ളത്. ആ പാൽക്കോവയുടെ സ്മെല്ലാണ് ശരിക്കും പറഞ്ഞാൽ ഡ്രൈഡോണിൽ വരുന്നത്. പ്രത്യേകിച്ച് ഇത് ഡേറ്റ് നൈറ്റ് ഫ്രാഗ്രൻ ആണ്. അപ്പോൾ ഡേറ്റ് നൈറ്റ് ഇപ്പം ലവറുമായിട്ടൊക്കെ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഭാര്യയുമായിട്ടൊക്കെ ഒന്ന് രാത്രി ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും റൊമാൻറ്റിക് ആയ ലൊക്കേഷൻസിൽ മാത്രം ഉപയോഗിക്കുക. നിങ്ങൾ ഒരു കറുത്ത ഷർട്ടൊക്കെ ഇട്ട് കയ്യിൽ വാച്ചൊക്കെ ഇട്ട് ഒരു ടോം ഫോർഡ് നൊവാർ എക്സ്ട്രീം ഒക്കെ അടിച്ചിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് റൊമാൻറ്റിക് ആയിട്ട് മാറും. അത് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം, ടോം ഫോർഡ് ആണ് ചീപ്പായിട്ടുള്ള പെർഫ്യൂം അല്ല, ചീപ്പ് സ്മെല്ലും അല്ല,
ക്വാളിറ്റി സ്മെല്ലാണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ അടിച്ചിട്ട് ചെല്ലുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവും നിങ്ങൾ അടിച്ചിരിക്കുന്ന ഏതോ ഒരു കൂടിയ പെർഫ്യൂം ആണെന്ന് അവർക്ക് മനസ്സിലാവും. സോ നിങ്ങൾക്ക് ഒരു റിച്ച് ഫീൽ കിട്ടും. അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു റിച്ച് ഹൈ ക്ലാസ് എലൈറ്റ് കൈൻഡ് ഓഫ് സ്മെല്ല് കിട്ടും, ഒരു ഫീൽ കിട്ടും. ഇത് ഞാൻ ഈ പറഞ്ഞ അല്പം വെൽത്തി ആയിട്ടുള്ള ആളുകളാണ് ഈ ടോപ്പ് നോവാർ എക്സ്ട്രീം പെർഫ്യൂം ഒക്കെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വാങ്ങുക, ട്രൈ ചെയ്ത് നിങ്ങൾക്കും ആ ഒരു ഫീൽ കിട്ടും. ലോങ്ജിവിറ്റി രാത്രി യൂസ് ചെയ്യുകയാണെങ്കിൽ 6-7 സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ 7-8 മണിക്കൂറാണ് ഇതിന്റെ ലോങ്ജിവിറ്റി വരുന്നത്. ആദ്യത്തെ 2 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷൻ ഉണ്ട്, പക്ഷേ എങ്കിലും മണം പോവില്ല, മണം ഷർട്ടിലുണ്ടാവും. അടുത്ത് വരുമ്പോൾ മണം കിട്ടുന്ന രീതിയിലേക്ക് ചുരുങ്ങും. ഇപ്പൊ രാത്രി യൂസ് ചെയ്യുക, രാത്രിയിൽ പിന്നെ യൂണിസെക്സ് വേണേൽ പറയാം, പക്ഷേ എങ്കിലും ആണുങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. തുടക്കത്തിൽ പറഞ്ഞിരുന്നു വില വരുന്നത് 16,000-17,000 അടുപ്പിച്ചാണ്. അപ്പോൾ ചീപ്പല്ല, കോസ്റ്റ്ലി ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഡീക്കന് ഞാൻ കൊടുക്കുന്നുണ്ട്, ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. നമുക്ക് ഈ ഇടയ്ക്ക് ഒരു സബ്സ്ക്രൈബർ കമന്റ് ചെയ്തിരുന്നു പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർഫ്യൂം ആണെന്ന് പറഞ്ഞു. ഞാൻ റെക്കമെൻഡ് ചെയ്ത ഒരു പെർഫ്യൂം ആയിരുന്നു. അപ്പോൾ ആരോടെങ്കിലും ഇഷ്ടം ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അല്പം കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഒരു മൂഡ് ഒന്ന് നന്നായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പെർഫ്യൂംസ് ഡേറ്റ് നൈറ്റ് ഫ്രാഗ്രൻസ് യൂസ് ചെയ്യുക. കുറച്ച് കോൺഫിഡൻസ് കിട്ടും, പറയാനുള്ളത് ഈസി ആയിട്ട് പറയാനും പറ്റും. ഇപ്പൊ 10 ml ഡീക്കൻ ഉണ്ട്. ഇതിലൊരു കോമഡി എന്ന് പറയുന്നത്, അന്ന് ടോം ഫോർ നോവാർ എക്സ്ട്രീം ഒക്കെ ഇന്ത്യയിൽ ലോഞ്ച് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള സമയത്തൊക്കെ അന്ന് ചിന്തിച്ചിരുന്നു 15,000-20,000 കൊടുത്തൊക്കെ ആര് വാങ്ങും. പക്ഷെ ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ പെർഫ്യൂം വരെ നമ്മൾ ഇതിനകത്ത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിന്റെ അടുത്ത വെർഷൻ നോവാർ എക്സ്ട്രീം പെർഫ്യൂം ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പം പെർഫ്യൂമിന്റെ കാര്യം വരുമ്പോൾ അങ്ങനെയാണ്, നമ്മൾ ആദ്യം ചെറുതിൽ നിന്ന് തുടങ്ങും, പിന്നെ അതൊരു താല്പര്യമായിട്ട് വളർന്നിട്ട് നമ്മൾ പോലും വിചാരിക്കാത്ത പല പെർഫ്യൂമുകൾ നമ്മുടെ കയ്യിലാവും. ശരിക്കും പറഞ്ഞാൽ പെർഫ്യൂംസ്, നല്ലൊരു പെർഫ്യൂംസ് കയ്യിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പെർഫ്യൂം കളക്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്, സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പിന്നെ പ്രത്യേകിച്ച് ടോം ഫോർഡ് പോലുള്ള സാധനങ്ങൾ നിങ്ങൾ ഒരു 10 ml തന്നെ മതിയാവും. ഇത് നിങ്ങൾക്ക് ഒരു കുറെ ഒക്കേഷൻസിലെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വർത്താണെങ്കിൽ പിന്നീട് ഈ ഒരു 10 ml യൂസ് ചെയ്തതിന് ശേഷം ഒരു 100 ml ബോട്ടിൽ നിങ്ങൾക്ക് വാങ്ങാം. അപ്പോഴേക്കും നിങ്ങൾക്ക് ഈ മണത്തിനെ കുറിച്ചുള്ള ഏകദേശം കാര്യങ്ങൾക്ക് പിടികിട്ടും. എപ്പോഴൊക്കെ അടിക്കണം, എത്ര നേരം ലാസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് അടിച്ചിട്ട് പുറത്ത് പോകുമ്പോൾ കോംപ്ലിമെന്റ് കിട്ടുന്നുണ്ടോ, പ്രൊജക്ഷൻ ഉണ്ടോ, ഒക്കെ നിങ്ങൾക്ക് ഒരു 10 ml വാങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്റെ പ്രതി ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ വാങ്ങുക. ഇതിന്റെ വർക്ക് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ചേർത്തിരിക്കുന്ന ഏലക്കയുടെ മണവും കുൽഫിയുടെ മണവും, ഞാൻ പറഞ്ഞ ഡ്രൈഡോണിൽ വരുന്ന ഒരു പാൽക്കോവ വിത്ത് കാർഡമം സാഫ്രോൺ ഓട്ടൊക്കെ ചേർന്നിട്ടുള്ള മണം, ആ ഒരു വർക്ക് നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ഏലക്ക, സ്പൈസി, ഗുർമോട്ട്, സ്വീറ്റ് പെർഫ്യൂം, ഈസി ആയിട്ട് 10 out of 10 കൊടുക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം. രാത്രി മാത്രം യൂസ് ചെയ്യുക. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം അടിച്ചിട്ട് ലാസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയരുത്. രാത്രി മാത്രം. താങ്ക് യു സോ മച്ച്.